വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിന്റെ പുതിയതിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഐഡിയ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ്, 5th സ്റ്റാൻഡേർഡിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം എല്ലാവർക്കും സ്കൂളൊക്കെ തുറക്കാറായി, എല്ലാവരും നല്ല പഠിച്ച് മിടുക്കരായിട്ടൊക്കെ ഈ വർഷം എന്ത് ചെയ്യുക, ടോപ്പർ ആവുക. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, നമുക്കിത് തുടങ്ങാം. ഇവിടെ ഒരു അടിപൊളി പിക്ചർ വന്നിട്ടുണ്ട്. ഇതാ നോക്കാം, നമുക്ക് ഡ്രോയിങ് ബുക്കിലൊക്കെ വരയ്ക്കാൻ പറ്റുന്ന പിക്ചറാണ്. ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ കുട ഇങ്ങനെ ചൂടിയിട്ട്, പിന്നീട് എന്താണ് ഒരുപാട് മലനിരകൾ, അങ്ങനെയുള്ള ഒരു പിക്ചറാണത്. നടുക്കൂടെ ഒരു റെയിൽവേ പാളം കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. 5th ടെക്സ്റ്റ് കൊടുത്തു എന്നുള്ള ഒരു വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം എന്താണ്, ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. അതായത് നമ്മളുടെ സ്വപ്നങ്ങൾ എന്താണ്, ചിന്തകളിലേക്ക് മാറുകയും അതേപോലെ ചിന്തകൾ അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്വപ്നം കാണും, എനിക്ക് ഇങ്ങനത്തെ ഒരു റൂം വേണം എന്ന് നമ്മളിങ്ങനെ സ്വപ്നം കാണും. അപ്പം നമ്മളതിനെ പിന്നീട് എങ്ങനെ ചിന്തിക്കും, ഇന്ന പോലെ ചെയ്യണം, അങ്ങനെ അത് ചിന്തിച്ചാൽ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. അപ്പം എന്താണ്, ചിന്തിച്ച് ചിന്തകളിലൂടെയാണ് നമ്മൾ ഓരോ നേട്ടങ്ങളും നേടിയെടുക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. APJ അബ്ദുൽ കലാം എഴുതിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. ഓക്കെ, സോ നമുക്ക് എന്തായിരുന്നാലും ഇനി ഡോർവേയിലോട്ട് കിടക്കാം. അതായത് പാഠത്തിലേക്കുള്ള ഒരു ഫസ്റ്റ് പാഠം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ, അതിനെയാണ് ഈ ഡോർവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇതാ ഞാൻ വളച്ചു വെച്ചിരിക്കുക ഫോണ്, ഞാൻ ഇങ്ങനെ ഇട്ടാക്കുക, വളഞ്ഞിരിക്കുകയെന്നും പറഞ്ഞു. ദ ഡോർവേ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ട്രെയിനിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് താഴെയായിട്ടൊരു എന്താണ് ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടാണ് ഞാൻ വായിക്കാം. ഇൻ ദ പിക്ചേഴ്സ് ഗിവൻ എബൗ യു ക്യാൻ സീ 2 ട്രെയിൻസ്. മുകളിൽ തന്നിരിക്കുന്ന പിക്ചേഴ്സിൽ നിങ്ങൾക്ക് 2 ട്രെയിനുകൾ കാണാൻ കഴിയും. 2 ഒന്നൊന്നും അല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇനി താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വായിച്ചിട്ട് ആൻസർ ചെയ്യാനുള്ളതാണ്. സോ ഇത് അത്ര മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് ആൻസർ ചെയ്ത് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ വായിച്ചു തരാം. ആർ ദീസ് ട്രെയിൻസ് ഡിഫറെൻറ്റ് ഇൻ എനി വേ? ഏതെങ്കിലും തരത്തിൽ ഈ ട്രെയിൻസ് ഡിഫറെൻ്റ് ആണോ? ഹൗ ആർ ദേ ഡിഫറെൻറ്റ്? എങ്ങനെയാണ് അത് വ്യത്യസ്തമായിട്ടുള്ളത്? ഈ 2 ട്രെയിനും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലാവും. നല്ല ഒരു ഡിഫറൻസ് ഇത് രണ്ടും തമ്മിലുണ്ട്, ഇല്ലേ? ഒന്നെന്ന് പറയുന്നത്, ഒന്നാമത്തെ ഒരു പിക്ചറിലുള്ള ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അപ്പം ഈ ഒരു ട്രെയിനിലുള്ള ഒരു ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഇതിന് ആളുകളുണ്ട്, പക്ഷേ ഈ ഒരു ട്രെയിൻ ഇപ്പോഴത്തെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ട്രെയിനാണ്. ഓക്കെ, പക്ഷേ മുമ്പ് ഇത് കൽക്കരി തീവണ്ടിയായിരുന്നു. ഇത് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ്, നോർമൽ തീവണ്ടിയാണ്. ഓക്കെ, സോ ഈ ആദ്യത്തെ എന്ന് പറയുന്നത് കൽക്കരി തീവണ്ടിയാണ്. കൽക്കരി കൊണ്ടിട്ട് ഓടുന്ന തീവണ്ടിയാണ്. ഒരുപാട് പുകയുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പുകയുള്ള തീവണ്ടി എന്നൊക്കെ പറയുമ്പോൾ കൽക്കരിയാണ്. അതേപോലെ ഈ താഴെ കാണുന്നത് ഒരു ഇലക്ട്രിക് തീവണ്ടിയാണ്. അതിപ്പോൾ സജീവമായിട്ടുള്ള ഒരു തീവണ്ടിയാണ് ഈ ഇലക്ട്രിക് ട്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹാവ് യു എവർ ട്രാവൽഡ് ബൈ ട്രെയിൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. സഞ്ചരിച്ചിട്ടുണ്ടോ? ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ 2 3 കണ്ടാണ് ഞാൻ ഏതോ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. പുനലൂരിൽ നിന്നും ചെങ്കോട്ട വരെ ഞാൻ പോയിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഗൈസ്, കാരണം ഞാനിപ്പോൾ 8ലായില്ലേ, 3ാം ക്ലാസ്സിൽ പോയതാ. പിന്നെ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല, ഇതുവരെ ഇല്ല, മുമ്പ് കയറിയിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ അത് നല്ലതായിരുന്നു. ആ ഗുഹേരകത്തൂടെ പോകാനാണ് എനിക്കിഷ്ടം. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻ്റായിട്ട്
അറിയിക്കണം. ഓക്കെ, ഇനി വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേർണി? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് ആ ഗുഹയിലൂടെ ആദ്യം പോകുമ്പോൾ ഇത് എന്തൊരു ഇരുട്ട് എന്നുള്ള, ട്രെയിനിൻ്റെ അകത്തൊന്നും വെട്ടമില്ലല്ലോ, അപ്പം മൊത്തം ഇരുട്ടായിരിക്കും. ഇരുട്ടെന്ന് വെച്ചാൽ കട്ടക്കറുപ്പ്, അത് തന്നെ. അപ്പം ആ ഒരു പേടി അത് തന്നെ ഉള്ളു. പിന്നീടായപ്പോൾ അതങ്ങ് മാറി ഗൈസ്. പിന്നെയുള്ളത് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് അത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ചാപ്റ്ററിലോട്ട് പോവാം. ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. അതായത് ആ ഒരു കുഞ്ഞ് എൻജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ സാധനം കേട്ടോ, ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതിനെയാണ് ട്രെയിനിൻ്റെ എൻജിൻ എന്ന് പറയുന്നത്. നമ്മളെ ഫ്രണ്ടിൽ കാണുന്നതാ ഇത്, ആളുകൾ ഇരിക്കുന്നതല്ല, ഈ കൽക്കരിയൊക്കെ ഇടുന്ന സ്ഥലം. ഓക്കെ, ഇനി നമുക്ക് അതായത് ആ ഒരു ലിറ്റിൽ എൻജിനിന് കഴിഞ്ഞു എന്നതാണ് നമ്മുടെ ഈ പാഠത്തിൻ്റെ പേര്. എന്താണ് ആ ലിറ്റിൽ എൻജിനിന് കഴിഞ്ഞത് എന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം. Now read about the story of the journey of a little train. ഒരു കൊച്ചു ട്രെയിനിൻ്റെ ഒരു ജേണിയുടെ ഒരു ചെറിയ കഥയാണ് ഇവിടെ പറയുന്നത്. ജേണി മീൻസ് യാത്ര, അതാണ് ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു കൊച്ചു ട്രെയിനിൻ്റെ ഒരു യാത്രാ കഥയാണ് ഇവിടെ നിങ്ങൾക്ക് പറയുന്നത്. ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ട്രെയിനല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ട്രെയിനിൽ. The little train ran along the tracks. ട്രെയിൻ ട്രാക്ക് ഉണ്ടല്ലോ, തീവണ്ടിപ്പാളം. സോ ആ തീവണ്ടിപ്പാളത്തിലൂടെ ആ ലിറ്റിൽ ട്രെയിൻ ഓടുകയാണ്. എന്താണ്? ഷീ വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. ഒരു കൊച്ച് വളരെ സന്തോഷവതിയായ ഒരു ലിറ്റിൽ ട്രെയിൻ ആയിരുന്നു അത്. പിന്നീട് her cars were full of good things for boys and girls. And ഈ ട്രെയിനിലെ കാറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രെയിനിലെ കാഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില ഇതെന്ന് പറയുന്നത് റിയൽ ആയിട്ട് കാർട്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൽ കാഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ട്രെയിനിലെ ബോഗികൾ, ആളുകൾ ഇരിക്കുന്ന സ്ഥലം, അതാണ് കാഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? ആ ഒരു ബോഗികൾ മൊത്തത്തിൽ എന്താണ്, ബോയ്സിനും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള ഒരുപാട് നല്ല നല്ല സാധനങ്ങളായിരുന്നു. There were all kinds of toy animals. എന്താണ്, ഒരുപാട് രീതിയിലുള്ള എന്താണ് മൃഗങ്ങളുടെ പാവകൾ ഉണ്ടായിരുന്നു. ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്. എന്താണ്, ഒരുപാട് കഴുത്തിന് നല്ല നീളമുള്ള ജിറാഫുകൾ. അതേപോലെ തന്നെ എന്താണ്, ടെഡി ബിയേഴ്സ് വിത്ത് നോ നെക്സ്, കഴുത്തുകളില്ലാത്ത പാവക്കുട്ടികൾ. പിന്നീട് പാവക്കുട്ടികളല്ല, ടെഡി ബിയേഴ്സ്. പിന്നെ ആൻഡ് ഈവൻ എ ബേബി എലിഫന്റ്, ഒരു കൊച്ച് എലിഫന്റ്, ഒരു കുഞ്ഞ് എലിഫന്റ് കുട്ടി. There were all kinds of dolls too. അവിടെ ഒരുപാട് കൈൻഡുകൾ, അതായത് ഒരുപാട് കൈൻഡ്സ് മീൻസ് പല തരത്തിലുള്ള, ഒരുപാട് തരത്തിലുള്ള പാവക്കുട്ടികളും ഉണ്ടായിരുന്നു. ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ, നീല കണ്ണുകളും മഞ്ഞ മുടിയുമുള്ളത്. അതേപോലെ തന്നെ ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ, എന്താണ്, ബ്രൗൺ കളറിലുള്ള മുടിയും ബ്രൗൺ കളറിലുള്ള കണ്ണുമുള്ളവ. അതേപോലെ ആൻഡ് ദ ഫണ്ണിയസ്റ്റ് ടോയ് ക്ലൗൺ യു എവർ സോ, നിങ്ങൾ എപ്പോഴും കാണുന്ന ഇതാണ്, ഒരുപാട് തമാശകരമായിട്ടുള്ള ക്ലൗൺ ടോയ്. ക്ലൗൺ ടോയ് മീൻസ് ഇത്. ക്ലൗൺ ടോയ് എന്ന് വെച്ചാൽ എന്താണ് അറിയാലോ, നമ്മളുടെ ജോക്കർ, മറ്റേ കളർ മുടിയും മൂക്കിൽ ഒരു ഉണ്ടയും ഒക്കെ വെച്ച് വരുന്ന ജോക്കർ. ഓക്കെ, ജോക്കർ നമ്മളിവിടെയൊക്കെ ജോക്കർ എന്നും പറയും, സർക്കസ് കോമാളി എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം. There were the toy trucks, airplanes and boats. എന്താണ്, കപ്പലുകൾ, വള്ളങ്ങൾ, അതേപോലെ തന്നെ എയറോപ്ലെയിൻസ്, പ്ലെയിനുകൾ, അതേപോലെ ടോയ് ട്രക്സ്. എന്താണ് ട്രക്ക് മീൻസ്, നമുക്ക് എന്ത് പറയാം, ട്രക്സ് എന്തായിരുന്നു, ട്രക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറി. അതേപോലെ തന്നെ
There were picture books, came എന്താണ് ഗെയിംസ് ആൻഡ് ഡ്രംസ് ടു പ്ലേ. എന്താണ് ഡ്രമ്മുകൾ, ചെണ്ട, അതേപോലെ തന്നെ ഒരുപാട് കളറിങ് പുസ്തകങ്ങൾ, അതേപോലെ തന്നെ പടങ്ങളുള്ള ബുക്കുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൽ എന്തെല്ലാം കാണും. ഈ ട്രെയിൻ നമുക്കൊന്ന് സ്വന്തമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇരുന്ന് അറുമാദിച്ചേനെ. സോ ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. നെക്സ്റ്റ് പിക്ചർ. ഓക്കെ, ഇവിടെ ട്രെയിൻ ഒരു സങ്കട മുഖത്തോടെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ട്രെയിൻ ഇങ്ങനെ ആദ്യം ഈ ട്രെയിനിൻ്റെ മുഖം കണ്ടോ, എന്ത് ഹാപ്പി ഫേസാ. ഇപ്പോൾ കണ്ടോ ഒരു സാഡ് ഫേസ് ആയില്ലേ, ഒരു മ്ലാനത പിടിച്ച മുഖമായില്ലേ. അപ്പം നെക്സ്റ്റ് പാരഗ്രാഫ്. The little train carried every kind of toy that boys or girls would play with. എന്താണ് ബോയ്സും ഗേൾസും ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ടോയ്സ് ആ ട്രെയിൻ എന്ത് ചെയ്തു, ക്യാരീഡ് മീൻസ് കൊണ്ടുപോവുകയാണ്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഓൾ. അതൊന്നും അല്ലായിരുന്നു എല്ലാം. എന്താണ്, അത് മാത്രമല്ലായിരുന്നു. ഓക്കെ, ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. നല്ല നല്ല തിന്നാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ആ ട്രെയിൻ കൊണ്ടുപോയിരുന്നു. ബിഗ് റൗണ്ട് ഓറഞ്ചസ്, നല്ല ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന നല്ല വട്ടത്തിലുള്ള ഓറഞ്ചസ്. അതേപോലെ തന്നെ ഫാറ്റ് റെഡ് ആപ്പിൾസ്, നല്ല തടിച്ചു കൊഴുത്ത ആപ്പിളുകൾ. പിന്നീട് ലോങ് യെല്ലോ ബനാനാസ്, നല്ല മഞ്ഞ കളറിൽ തുടുത്തിരിക്കുന്ന നീളം പഴങ്ങൾ. ഫ്രഷ് കോൾഡ് മിൽക്ക്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പശുവിൽ നിന്ന് കറന്നെടുത്ത നല്ല തണുത്ത പാല്. ആൻഡ് ലോളിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ കഴിഞ്ഞിട്ട് മധുരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കോലിമിഠായി ഒക്കെ കൊണ്ടുപോയി അല്ലേ. ഇതൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ശരി. The little train was taking all these good things to the other side of the mountain. ഈ ഒരു ലിറ്റിൽ ട്രെയിൻ എന്ന് പറയുന്നത് അപ്പുറത്തെ മലനിരകൾ, അതായത് അക്കരെയുള്ള മലനിരകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ സാധനങ്ങളെല്ലാം. How happy the boys and girls will be to see me. എന്നെ കാണുമ്പോൾ ആ ഒരു ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം എന്തൊരു സന്തോഷമായിരിക്കും. അത് ഈ ട്രെയിനിനെ കണ്ടുകൊണ്ടല്ല, ആ ട്രെയിനിലിരിക്കുന്ന സാധനങ്ങൾ കണ്ടുകൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. Said the little train. എന്താണ്, അങ്ങനെ ആ ലിറ്റിൽ ട്രെയിൻ സന്തോഷത്തോടെ പറഞ്ഞു. They will like the toys and good food that I am bringing. ഞാൻ കൊണ്ടുചെല്ലുന്ന അവർക്ക് ഞാൻ കൊണ്ടുചെല്ലുന്ന ടോയ്സും നല്ല ഫുഡും ഒക്കെ ഇഷ്ടപ്പെടും. But all at once the train came to a stop. എന്താണ്, പക്ഷേ ഒരു നിമിഷം ആ ട്രെയിൻ അവിടെ നിന്നുപോയി. She could not move at all. അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞതേ ഇല്ല. ഓക്കെ, സോ ഈ ഒരു കാര്യമാണ് നമ്മളുടെ കഥ. ആ ഒരു ട്രെയിനിന് മൂകത പിടിച്ചതുപോലെ ഇരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.